എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്, അഭിമാനത്തോടെ പറയും ഞാൻ സംഘിയാണ് എന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു വീഡിയോ ആണ്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും, ഭയങ്കര വൈറലാണ്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നിൽക്കുന്ന സമയത്ത് BJP പാനൽ കൊല്ലത്ത് റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും റോബിൻ്റെ ഈ ഒരു വരവ് അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണുള്ളത് നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് റോബിനെ ആളുകൾ അറിയുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. അതിലെ വിജയ് അല്ലെങ്കിൽ പോലും ആ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻറ്റിനും ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യനുമായ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആ സീസണിലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റോബിൻ രാധാകൃഷ്ണൻ പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര ഫേമസ് ആയി. തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പോൾ 1 മില്യൺ ഫോളോവേഴ്സാണ് റോബിൻ. റോബിന് അത്രയൊന്നും ഫോളോവേഴ്സ് അല്ല തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ റോബിന് പിന്നീടാണ് ആളുകൾ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാരണം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, ഫോളോ ചെയ്തു, അങ്ങനെ പിന്നാലെ പോയി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന റോബിൻ തൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കുന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. റോബിൻ വളരെ പെട്ടെന്നാണ് തൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിന് മുന്നേ ഒരു തരത്തിലുള്ള പൊളിറ്റിക്സോ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടിരുന്നില്ല റോബിൻ. അതുകൊണ്ട് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സിന് മാത്രമായിരുന്നു റോബിനെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് റോബിൻ പറയുമ്പോൾ വഴിക്കും സ്വാഭാവികമായിട്ടും ആളുകൾ രണ്ട് തട്ടിൽ തിരിയുന്നു. ഒന്ന്, BJP പോലൊരു പാർട്ടിയെ എന്തുകൊണ്ട് റോബിൻ പിന്തുണയ്ക്കുന്നു, റോബിൻ ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. നേരെ മറിച്ച് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് റോബിൻ ശരിയായ പാതയിലാണ്, റോബിൻ BJP മത്സരിക്കണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട്. ഇങ്ങനെ റോബിൻ്റെ കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിലുമുള്ള പൊളിറ്റിക്സ് പുറത്ത് പറയാത്തൊരു വ്യക്തി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രമായി നിന്ന് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ മാത്രമായിട്ട് ജനങ്ങൾ സ്വീകരിച്ചൊരു വ്യക്തി തൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആളുകൾ തൻ്റെ പൊളിറ്റിക്സിനൊപ്പം നിൽക്കണമെന്ന് വാദിക്കാനുള്ള ഒരു അവകാശവും റോബിനില്ല. പോയിന്റ് നമ്പർ 1. അതുകൊണ്ട് തന്നെ ആളുകൾ രണ്ട് തട്ടിലായിട്ട് നിൽക്കും. ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അത് പറ്റില്ല എങ്കിൽ റോബിൻ ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് റോബിന് ഇഷ്ടമുള്ളത് പോസ്റ്റ് ചെയ്യാം. കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കി വെച്ചിട്ട് തൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറയുന്നത്, ഇമ്പോസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, റോബിന് ഇഷ്ടപ്പെട്ട പാർട്ടി, റോബിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ സ്വീകരിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള അവകാശം, അധികാരം റോബിനുണ്ട്. അത് ചോദ്യം ചെയ്യുക തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്തുകൊണ്ട് ഇത് എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ റോബിൻ തുറന്നു പറഞ്ഞൊരു കാര്യവും കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞൊരു കാര്യവും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇത്രയധികം ആളുകൾ ആ കമൻറ്റ് ബോക്സിൽ വന്നത്. അതിനുശേഷമാണ് റോബിൻ ഈ വീഡിയോ ചെയ്യുന്നതും തൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി റോബിൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മോദി വൺ ഓഫ് ദ പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ആണെന്നും BJP പോലൊരു പാർട്ടി കേരളം ഉടനെ ഭരിക്കുമെന്നും റോബിൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴാണ് ഈ വീഡിയോ വരുന്നതിന് മുന്നേ കൊല്ലത്ത് റോബിൻ BJP പാനലിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സിനിമാ താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ BJP പാനലിൽ നിന്ന് മത്സരിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, തൃശ്ശൂരിലുണ്ട്, അത് നമുക്കറിയാം. കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം കൃഷ്ണകുമാർ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ BJP പാനലിൽ നിന്ന് എത്രയോ ആളുകൾ, ഭീമൻ രഘു ആവട്ടെ, പിന്നീട് ഭീമൻ രഘു CPIലോട്ട് പോയി നമ്മൾ കണ്ടു, വിവേക് ഗോപൻ ആയിക്കോട്ടെ, BJP പാനലിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ്. അങ്ങനെ പല താരങ്ങളും BJP പാനലിൽ നിന്ന് മത്സരിച്ച് സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഉണ്ണിമൂന്നൻ പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഉണ്ണിമൂന്നനാവട്ടെ ഇതുവരെ താൻ BJPയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഫോട്ടോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ അണ്ണാമലയുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഉണ്ണിമൂന്നിന് BJPയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ചോദ്യം വരുന്നത്. പക്ഷേ നേരെ മറിച്ച് റോബിൻ അങ്ങനെയല്ല. റോബിൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു താൻ BJPക്കാരനാണ്, താനൊരു സംഖ്യയാണെന്ന് അഭിമാനത്തോട് പറയുന്നു എന്ന് റോബിൻ പറയുന്നു. അപ്പം റോബിൻ രാധാകൃഷ്ണൻ BJPയിലേക്ക് വന്നാൽ എന്തെങ്കിലും മാറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത്. റോബിൻ ഉണ്ടാക്കിയ ഓളം അല്ലെങ്കിൽ ബിഗ് ബോസ് താരങ്ങൾ ഉണ്ടാക്കുന്ന ഓളം നമുക്കറിയാം. അതെല്ലാം ആ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞാൽ സാധാരണയായി അവസാനിക്കാനുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അവരെന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോഴോ അല്ലാതെയോ ആയിരിക്കാം. അല്ലാതെ ഇപ്പോൾ സിനിമാ താരങ്ങൾ കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും ത്രൂ ഔട്ടായിട്ടുണ്ടാകുന്ന ഫാൻ ബേസ് ഒരു റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിക്ക് ത്രൂ ഔട്ടായിട്ട് ഉണ്ടാവാറില്ല. ഈ ബിഗ് ബോസിൻ്റെ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും സാബുമോൻ ആയിക്കോട്ടെ, ഡോക്ടർ രജത് കുമാർ ആയിക്കോട്ടെ, അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില ആളുകളുണ്ട്. അവർക്ക് ചെറിയ ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അന്നത്തെ പോലെ അതേ ഓളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. എന്തായാലും
റോബിൻ ഇപ്പോഴും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അതേ ആളുകൾ ഇപ്പോഴും റോബിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അൺഫോളോ ചെയ്യാനുള്ള സിറ്റുവേഷൻ റോബിനായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ, പിന്നീടൊക്കെ നടക്കുന്നത് റോബിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾ അത് മാറ്റർ ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് ആ ഫോളോയിങ് ലിസ്റ്റിൽ ആ ആളുകൾ അവിടെ തന്നെ കിടക്കും. പക്ഷെ തൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടോ തൻ്റെ പൊളിറ്റിക്കൽ ചിന്താഗതിയുമായിട്ടോ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനകത്തൊരു ഡിസ്പ്യൂട്ട് വരുന്നുവെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് സ്വാഭാവികമായിട്ടും ആ വ്യക്തി അൺഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ നടക്കുന്നുണ്ട്. റോബിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൺഫോളോഡ് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാം. അതൊക്കെ നിങ്ങൾ ഫേക്ക് പ്രൊഫൈലാണെന്ന് വിചാരിക്കും. അല്ല, അതൊക്കെ പബ്ലിക്കായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പലരുടെയും ഐഡികൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ കുറേ കമൻറ്റ്സ് ഉണ്ട്. ഇങ്ങനൊരു ഡിസ്പ്യൂട്ട് രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ റോബിൻ ഇത് തുറന്നു പറയുകയും തൻ്റെ അനുഭാവം തുറന്നു പറഞ്ഞ് ചെയ്ത റോബിനെ അഭിനന്ദിച്ചുകൊണ്ടും പലരും രംഗത്തെത്തുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ റോബിൻ കൊല്ലത്ത് മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും പാർട്ടി നേതാക്കളിൽ നിന്നും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കൊല്ലത്ത് മത്സരിക്കാനുള്ള സാധ്യത റോബിൻ തള്ളിക്കളയുന്നതുമില്ല. അത് അറിയില്ല എങ്ങനെയാകുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് റോബിൻ പറയുന്നത്. അങ്ങനെ ഒരു മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. പക്ഷേ എന്നാൽ പോലും ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ നിൽക്കുന്ന റോബിൻ രാധാകൃഷ്ണൻ തൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയതോടുകൂടി കാര്യങ്ങൾ മറ്റൊരു തട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.